ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മുടെ റവയും കൊക്കോ പൗഡർ ഉപയോഗിച്ചുകൊണ്ട് കുക്കറിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഓവനോ ബീറ്ററോ മുട്ടയോ ഒന്നും തന്നെ ചേർക്കാതെയാണ് നമ്മൾ ഇന്ന് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ചേരുവകളൊക്കെ മിക്സിയിൽ ഒന്ന് കറക്കി കുക്കറിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കേക്കും കൂടിയാണ്. മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടൊരു കേക്കും കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കാം കേട്ടോ. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ റവ കേക്കിൻ്റെ മിക്സൊക്കെയും തയ്യാറാക്കുന്നത് നമ്മുടെ മിക്സിയിലാണ്. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മിക്സിയുടെ ജാർ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അതിനുശേഷം 250 ml കപ്പിന് 1 കപ്പ് റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളിങ്ങനെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കുമ്പോൾ തരികളൊന്നും ഒട്ടും തന്നെ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ റവയൊന്ന് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് കരുതി തീരെ അങ്ങ് ഫൈൻ പൗഡർ പോലെയൊന്നും ആവില്ല. അതായത് ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റവ ആദ്യം തന്നെ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വേണം ബാക്കി എല്ലാ ചേരുവകളും ചേർക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് റവ എടുത്തുകൊണ്ട് തന്നെ 1/2 കപ്പ് നമ്മുടെ തൈരാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടയുള്ള തൈര് തന്നെ വേണം എടുക്കാനായിട്ട്. 1/2 കപ്പ് തൈര് ചേർത്തതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മുതൽ ഒരു 3/4 കപ്പ് വരെ പഞ്ചസാര നമുക്ക് എടുക്കാം. മധുരത്തിന് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളപ്പിച്ച് ചൂടാറിയ പാലൊന്നുമല്ല, സാധാരണ കവർ പാൽ തന്നെയാണ്. 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ മിക്സിലേക്ക് 1/4 കപ്പ് നമ്മുടെ കൊക്കോ പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് അത്രയും മതിയാവും. ഇനിയിപ്പോൾ നമ്മുടെ ഈ കൊക്കോ പൗഡറിൻ്റെ വലിയ കട്ടകളൊക്കെ പതുക്കെ ഇതേപോലെ ഒന്ന് അലത്തിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ മിക്സിയുടെ ജാറിൽ എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ റവ ചോക്ലേറ്റ് കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റവ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റിയത്. കാരണം ഇതേപോലെയാണ് നമുക്കിരിക്കുന്നത്. അപ്പോൾ അളവുകളൊക്കെയും കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗളിലേക്ക് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. കാരണം മിക്സിയുടെ ജാറിൽ നിന്ന് ഒഴിക്കുമ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ വീണ് കിട്ടണം. അപ്പോൾ പാലൊക്കെ കുറച്ച് ഒഴിച്ചെങ്കിൽ ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വീണ് കിട്ടണം. അളവ് കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഈ മിക്സ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരുപാട് ലൂസോ അല്ലെങ്കിൽ ഒരുപാട് കട്ടിയോ ഒന്നും അല്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ കട്ടിയായി പോകും ചിലപ്പോൾ. അതുകൊണ്ട് ഒരു 10-30 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. അതവിടെ ഇരുന്ന് ശരിക്കും ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത ആ ഒരു പരുവത്തിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടാമത് പാലും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ റവ കേക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് തന്നെ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ 3 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അത് മതിയാവും. അപ്പോൾ റവയുടെ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കണ്ടോ, അതും കൂടി ചേർത്ത് മിക്സ് ആയപ്പോഴേക്കും നമ്മൾ നല്ലതുപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ 3 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് ശരിക്കും ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരേ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറോ അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറോ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനോ പൗഡർ ഉണ്ടല്ലോ, അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നേരെ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുക്കറിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ചെറിയ കുക്കറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ കേക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് കുറച്ച് ഓയിലും കൂടി നമ്മളൊന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഓയിലൊന്ന് പറ്റി കൊടുക്കണം കേട്ടോ.
അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കൂടി കുറച്ച് ഓയിലും കൂടി നമുക്കൊന്ന് പറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പറിലും അതേപോലെ തന്നെ കുക്കറിൻ്റെ എല്ലാ സൈഡിലും ഓയിലൊന്നും ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ കേക്കിൻ്റെ മിക്സ് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഈ മിക്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇല്ല കാഷ്നട്ടോ ബദാമോ പിസ്തയോ ഒക്കെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് ആ എയർ ബബിൾസൊക്കെ ആണെങ്കിലും ശരിക്കും ഒന്ന് കളയുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ കുക്കറിലായതുകൊണ്ട് തന്നെ നമ്മുടെ വാഷ്റൂം അതേപോലെ തന്നെ നമ്മുടെ വിസിലെടുത്ത് മാറ്റിയതിന് ശേഷം വേണം ഇതൊന്ന് അടച്ച് വെക്കാനായിട്ട്. നമ്മൾ ഈ കുക്കറിൽ കേക്ക് റെഡിയാക്കുന്നത് അടുപ്പത്ത് നേരിട്ട് വെച്ചിട്ടല്ല, മറിച്ച് പഴയൊരു അപ്പച്ചട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല കനമുള്ള ഒരു പാൻ ഇതേപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുക്കർ അങ്ങ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 40-45 മിനിറ്റ് വരെ നമ്മുടെ ഈ കുക്കറിൽ കേക്ക് ഒന്ന് റെഡിയാക്കാനായിട്ട് വെക്കാം. ചിലപ്പോൾ അതിന് മുമ്പായിട്ട് റെഡി ആയിട്ട് വരും, ചിലപ്പോൾ കുറച്ചധികം നേരം തന്നെ വേണ്ടി വരും. അത് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം മാത്രമേ കുക്കറൊന്ന് തുറന്ന് നോക്കാനായിട്ട് പാടുള്ളൂ. അപ്പം ഞാനിവിടെ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇത് റെഡിയാക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കുക്കറിൽ കേക്കൊന്ന് റെഡിയായി വരാനായിട്ട് ഒരു 45 മിനിറ്റ് എടുത്തെടുത്തു. അത് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോഴാണ് നന്നായിട്ട് തന്നെ റെഡിയായി വന്നത്. കേട്ടോ, ശരിക്കും പൊങ്ങി അത്യാവശ്യം നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ റെഡിയായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇതേപോലെ സ്റ്റിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കാം നമുക്ക്. നമ്മുടെ ഈ കത്തിയിലോ അല്ലെങ്കിൽ സ്റ്റിക്കയിലോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡിയായെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ താഴെ ഇറക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ആണെങ്കിലും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് പതുക്കെ ഒന്ന് വെടി വെച്ചിട്ട് ഇതിങ്ങ് കമത്തി വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിലൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ ഒട്ടി പിടിക്കാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ സൈഡൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൽ നിന്ന് നമുക്ക് ബട്ടർ പേപ്പർ ഇതേപോലെ പതുക്കെ ഇങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. കണ്ടോ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ ബട്ടർ പേപ്പറിലൊന്നും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റവ കേക്കിൻ്റെ ശരിക്കുള്ള രൂപം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ മൈദയോ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ മുട്ട പോലും ഉപയോഗിക്കാതെ ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു കേക്കും കൂടി കേട്ടോ. നമ്മുടെ ഈ കേക്കിന് മുമ്പായിട്ട് വേറെയും ഒരുപാട് കേക്ക് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരുപാട് കേക്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ഒന്ന് കട്ട് ചെയ്ത് നോക്കാവേ. കൂടുതൽ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കേക്ക് കഴിക്കാൻ നേരത്ത് ഇടയ്ക്ക് ട്യൂട്ടി ഫ്രൂട്ടിയും അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴിക്കാൻ കിട്ടുമ്പോഴാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് കഴിക്കുക കേട്ടോ. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ റവ ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു കേക്കും കൂടിയാണ്. നമ്മുടെ റവയും അതേപോലെ തന്നെ ചോക്ലേറ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കേക്ക് കാണാൻ തന്നെയാണെങ്കിലും നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.